Hi guys, welcome back to my channel. So today it's kind of an experiment today actually. So I'll be, it's a makeup tutorial in Malayalam. Like my parents are from Kerala, both my parents. And I am born and brought up in Mumbai, but I still speak fairly decent Malayalam. It's my opinion. You guys decide what kind of Malayalam it is. I think I should begin in Malayalam now. സോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പാമലയാണ്. എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്. ആൻഡ് ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റാണ് ഇൻ മലയാളം. അപ്പോൾ വല്ല പൊട്ടത്തെറ്റുണ്ടെങ്കിൽ പ്ലീസ് എന്നെ ക്ഷമിച്ചോളൂ. എനിക്ക് വായിക്കാനും എഴുതാനും അറിയില്ല മലയാളം, സംസാരിക്കാൻ അറിയാം. ആൻഡ് കുറേ നാളായി സംസാരിച്ചിട്ട് ശരിക്കും. പ്ലസ് സ്റ്റേറ്റ്സിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ 2 ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്. അവർ മലയാളീസാണ്. അപ്പോൾ അവരുടെ കൂടെ നടന്ന് തെണ്ടി പിന്നെയും മലയാളം സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ മലയാളം കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. ഈ വീഡിയോ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ബിക്കോസ് ഐ തിങ്ക് ദേ ആർ ദ റീസൺ വൈ ഐ സ്റ്റാർട്ടഡ് സ്പീക്കിംഗ് മലയാളം പ്രോപ്പർലി അഗൈൻ. ആൻഡ് ലെറ്റ്സ് ബിഗിൻ വിത്ത് ദ ട്യൂട്ടോറിയൽ. ഞാൻ ഓൾറെഡി എൻ്റെ ഫേസ് മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഞാൻ ആദ്യം ഒരു ലിപ് ബാം എടുത്ത് അപ്ലൈ ചെയ്യാൻ പോവാം. സോ ദാറ്റ് ഞാൻ യൂഷ്വലി മാറ്റ് ലിപ്സ്റ്റിക്സാണ് പ്രിഫർ ചെയ്യാറ്. അപ്പോൾ when I'm supposed to apply my lipstick, by the time എൻ്റെ ലിപ്സ് ഹൈഡ്രേറ്റഡ് ആവും കുറച്ചൊക്കെ. സോ ദാറ്റ്സ് വൈ ഞാൻ ആദ്യം ഒരു ലിപ് ബാം എടുത്ത് അപ്ലൈ ചെയ്യാൻ പോവാം. അങ്ങനെ ഞാൻ അടുത്തത് പ്രൈമർ യൂസ് ചെയ്യാൻ പോവാം. ദിസ് ഈസ് ബൈ റിമെൽ. ഞാൻ അത് അപ്ലൈ ചെയ്യാം. യൂഷ്വലി ഫിംഗർ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷോ അല്ലെങ്കിൽ സ്പഞ്ചോ യൂസ് ചെയ്യാം. ഐ പ്രിഫർ ഫിംഗർ അല്ലെങ്കിൽ ബ്രഷ്, കാരണം സ്പഞ്ച് യൂഷ്വലി കുറേ പ്രോഡക്റ്റ് സോക്ക് ചെയ്യും. ഒന്ന് മുടി കെട്ടി വെക്കട്ടെ. ഐ ഹാവ് ദ ടിപ്പിക്കൽ വേവി സൗത്ത് ഇന്ത്യൻ ഹെയർ ആൻഡ് ഇറ്റ് ഗെറ്റ്സ് ഓൾ ഓവർ ദ പ്ലേസ്. നെക്സ്റ്റ് ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ പോണത് LA ഗേളിൻ്റെ പ്രോ മാറ്റ് ഫൗണ്ടേഷനാണ്. അപ്പോൾ ഞാൻ ഇത് അൾട്ട ബ്യൂട്ടിന്ന് മേടിച്ചതാണ്. ഐ യൂസ് ടു ഷെയ്ഡ് ലൈറ്റ് ടാൻ. ആൻഡ് ബാക്കിയുള്ള എക്സ്പെൻസീവ് ഫൗണ്ടേഷൻസ് അത്ര യൂസ് ചെയ്തില്ല. ആസ് മച്ച് ആസ് ഐ യൂസ് ദിസ് ഇയർ. അത് ഞാൻ ഒന്ന് ഡോട്ട് ചെയ്തിട്ട് സെയിം പ്രൈമർ അപ്ലൈ ചെയ്ത പോലെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡയറക്റ്റ്ലി ടൂൾ കൊണ്ടും അപ്ലൈ ചെയ്യാം. ബട്ട് ഐ പ്രിഫർ ഡോട്ടിങ്, കാരണം ദാറ്റ് ഗിവ്സ് നമുക്ക് കൺട്രോൾ ഉണ്ട്. എത്ര ഫൗണ്ടേഷൻ എവിടെ ഡോട്ട് ചെയ്യണം, വാട്ട് ഏരിയ ഓഫ് യുവർ ഫേസ് യു മിസ്ഡ് ഔട്ട്, അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ദാറ്റ്സ് വൈ ഐ പ്രിഫർ ഡോട്ടിങ് ദ ഫൗണ്ടേഷൻ മൈ സെൽഫ്. ബ്ലെൻഡിങ് ഒന്ന് സ്പീഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോണ Maybelline ഇൻസ്റ്റൻറ്റ് ഏജ് റിവൈൻഡ് കൺസീലറാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് അഫോർഡബിൾ കൺസീലേഴ്സ്. ഐലിഡ്സുമേ അപ്ലൈ ചെയ്യും, കാരണം എൻ്റെ ഐലിഡ്സ് ഭയങ്കര ഡാർക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസീലറിന് പകരം വേറെ എന്തെങ്കിലും ബേസ് വിച്ച് വിൽ ലുക്ക് ലൈക്ക് യുവർ സ്കിൻ കളർ, അങ്ങനത്തെ വല്ല ബേസ്. കൺസീലർ ഞാൻ യൂഷ്വലി ബ്യൂട്ടി ബ്ലെൻഡർ കൊണ്ടാണ് ബ്ലെൻഡ് ചെയ്യുക. കാരണം ബ്യൂട്ടി ബ്ലെൻഡർ എപ്പോഴും ഡാംപ് ആയിരിക്കണം. ഡാംപ് മീൻസ് ഇതിനെ ടാപ്പിൻ്റെ അടിയിൽ 2 മിനിറ്റ് ഒന്ന് വെറ്റ് ചെയ്തിട്ട് പിന്നെ എല്ലാ വാട്ടറും സ്ക്വീസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതെടുത്ത് ഞാനൊരു എക്സ്ട്രാ സ്റ്റെപ്പ് ചെയ്യണത്. അത് വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യണ്ട. പക്ഷെ ഞാൻ അതൊരു പേപ്പർ ടവലിലോ അല്ലെങ്കിൽ റെഗുലർ ടവലിലോ എടുത്ത് ഒരു പ്രാവശ്യം കൂടി സ്ക്വീസ് ചെയ്യും. സോ ദാറ്റ് ഉള്ള വെള്ളം കുറച്ചും കൂടി അതിൽ സ്ക്വീസ് ഔട്ടായി പോവാൻ. ഇനി ഫേസ് സെറ്റ് ചെയ്യാൻ യു ക്യാൻ യൂസ് യുവർ കോമ്പാക്ട് ഓർ ഞാൻ ലൂസ് പൗഡേഴ്സ് പ്രിഫർ ചെയ്യുക. മൈ സ്കിൻ ഇസ് വെരി ഓയിലി. അപ്പോൾ അത് കാരണം ഞാൻ ഈ മേബ്ലിൻ്റെ ഫിറ്റ് മീ ലൈനില്ലേ, അപ്പം ഞാൻ അണ്ടർ ഐ സെറ്റ് ചെയ്യാം. മെയിൻലി ഓൾ ഓവറും സെറ്റ് ചെയ്യാൻ വേണമെങ്കിൽ, പക്ഷെ ഞാൻ മെയിൻലി അണ്ടർ ഐ സെറ്റ് ചെയ്യാൻ പോവാം റൈറ്റ് നൗ. നമ്മൾ ഐലിഡ്സ്മേയും കൺസീലർ അപ്ലൈ ചെയ്തില്ലേ. അപ്പോൾ ഞാൻ ഈ ജൂവിയസ് പ്ലേസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഐ ഷാഡോ പാലറ്റാണ് യൂസ് ചെയ്യണം. ഇത് ഒബ്വിയസ്ലി ഇൻ സ്റ്റോർ അവൈലബിൾ അല്ല. ബട്ട് ഇന്ത്യയിലേക്ക് യു ക്യാൻ ഓർഡർ ഇറ്റ് ഓൺ beautybay.com. ഞാനിത് ഡയറക്റ്റ് അവരുടെ വെബ്സൈറ്റിൽ നിന്നാണ് മേടിച്ചത്. ബട്ട് അതിനേക്കാളും സേഫർ ഓപ്ഷൻ വുഡ് ബി ടു ഓർഡർ ഇഫ് യു വാണ്ട് ദിസ് പാലറ്റ്. പക്ഷേ ഇതില്ലെങ്കിലും ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന കളേഴ്സ് യു വിൽ ഫൈൻഡ് ഇൻ ലോട്ട് ഓഫ് പാലറ്റ്സ്. അപ്പോൾ ഇത് തന്നെ മേടിക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ യൂസ് വാട്ട് എവർ യു ഹാവ്. ഓക്കെ, ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ദിസ് വൺ. ഈ ലൈറ്റർ ബ്രൗൺ ഷെയ്ഡ് ഞാൻ ആദ്യം യൂസ് ചെയ്യും. ആ ഫസ്റ്റ് ബ്രൗൺ ഷെയ്ഡ് എടുത്ത് ഞാൻ
ക്രീസിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാം. അടുത്തത് ഞാൻ കുറച്ചുകൂടി ഒരു ഡാർക്കർ ബ്രൗൺ യൂസ് ചെയ്യാൻ പോവാം. അത് ഞാൻ എൻ്റെ ഐൻ്റെ ഔട്ടർ വി ഇല്ലേ, ഈ ഏരിയ ഇവിടെ ആ കളർ അപ്ലൈ ചെയ്ത് അത് അതിലേക്ക് ബ്ലെൻഡ് ചെയ്യാൻ പോവാം. കാരണം അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മുടെ ഐസിന് ഡെപ്ത് ഉണ്ടാവും. ഐ മീൻ അതിങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് തോന്നില്ല. ദാറ്റ് ഈസ് വൈ ഐ യൂസ് 2 or ചിലവിന് 3 ഷെയ്ഡ്സും യൂസ് ചെയ്യാം. ക്രീസിൽ അപ്ലൈ ചെയ്ത 2 കളേഴ്സ് അതിനെ ഞാൻ എടുത്തിട്ട് ഒരു പെൻസിൽ ബ്രഷും എടുത്തിട്ട് ഞാൻ എൻ്റെ കണ്ണിൻ്റെ അടിയിൽ കുറച്ച് അതിന് അപ്ലൈ ചെയ്യും. ഐലിഡ്സിൽ ഈ മാരക്കാഷ് എന്ന് പറഞ്ഞ ഷെയ്ഡ് ഉണ്ട്, അത് അപ്ലൈ ചെയ്യാൻ പോവാം. അത് നല്ലൊരു ലൈറ്റ് പീച്ച്, ഷിമറി പീച്ച് ഷെയ്ഡാണ്. ഇയർ ബിഫോർ ലാസ്റ്റ് ഞാൻ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഓണത്തിന്, കസവ് സാഡി എന്നോ. പക്ഷേ അന്ന് ഞാൻ ഗോൾഡ് ഐ ഷാഡോ യൂസ് ചെയ്തത് കാരണം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാത്തത്. ബട്ട് ഇഫ് യു റിയലി ലൈക്ക് ദിസ് ആൻഡ് ഗോൾഡൻ മേക്കപ്പ് ലുക്ക് ന്യൂവർ വെർഷൻ കാണണമെങ്കിൽ ഒരു കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തോളൂ ആൻഡ് ഐ ക്യാൻ ട്രൈ ആൻഡ് ഫിലിം ദാറ്റ്. അടുത്തത് കണ്ണ് എഴുതല ആൻഡ് ഇറ്റ് ഈസ് ടഫ് ഫോർ എനിക്ക് കുറേ സമയം എടുത്തു ടു ഗെറ്റ് ഐലൈനർ. ഞാൻ പ്രിഫർ ചെയ്യണത് ജെൽ ഐലൈനർ. ഞാൻ ഒരു ആംഗിൾഡ് ബ്രഷ്, ഇത് കളർ പോപ്പിൻ്റെ തോന്നുന്നത്, യെസ് കളർ പോപ്പിൻ്റെ ആംഗിൾഡ് ബ്രഷ് എടുത്തിട്ട് കുറച്ച് ജെൽ ഐലൈനർ എടുത്തിട്ട് കണ്ണെഴുതാൻ പോവാം. ഇഫ് യു ക്യാൻ സീ ഇവിടെ കുറച്ച് എക്സസ് ഉണ്ട്, അത് ഞാൻ ഒന്ന് ക്ലീനപ്പ് ചെയ്തിട്ട് ഇപ്പോൾ വരാം ടു കണ്ടിന്യൂ. ഞാൻ യൂഷ്വലി ഒരു ബഡ് എടുത്തിട്ട് ക്ലെൻസറിൽ ഡിപ്പ് ചെയ്തിട്ട് മൈസലാർ വാട്ടറാണ് ഞാൻ യൂസ് ചെയ്യുക ക്ലെൻസ് ചെയ്യാൻ. അതുകൊണ്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് അതിനെ കുറച്ചുകൂടി ഷാർപ്പ് ആക്കിയിട്ട് പിന്നെ അതുമേ അവിടെ കൺസീലർ അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്യാം. ദാറ്റ്സ് ഹൗ ഐ യൂഷ്വലി ക്ലീൻ. അപ്പോൾ ഞാൻ അതൊന്ന് ഓഫ് ക്യാമറ ചെയ്തിട്ട് തിരിച്ചു വരാം സോ ദാറ്റ് വി ക്യാൻ കണ്ടിന്യൂ. അപ്പോൾ ഇത് ഈ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യണമെങ്കിൽ യു ക്യാൻ യൂസ് ടേപ്പ് ആൻഡ് അത് ഐലൈനർ അപ്ലൈ ചെയ്യാനോ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഞാൻ ഇന്ന് ഫേസ് മേക്കപ്പ് ആദ്യം ചെയ്ത കാരണം ടേപ്പ് യൂസ് ചെയ്തില്ല. ഞാൻ ഈ റിമെല്ലിൻ്റെ ബ്രോൺസർ യൂസ് ചെയ്യാൻ പോകും, അല്ലെങ്കിൽ എനി ഡാർക്ക് ഐ ഷാഡോ യൂസ് ചെയ്യാം. കുറച്ച് കൺസീലർ എടുത്ത് എൻ്റെ കോൺടോർ ലൈൻ എൻ്റെ അടിയിൽ അപ്ലൈ ചെയ്യും. അത് കാരണം ഞാൻ അണ്ടർ ഐ മാത്രം പൗഡർ ചെയ്തേ, വേറെ ഒരിക്കലൊന്നും പൗഡർ ചെയ്തില്ല. കാരണം എനിക്ക് ഈ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ഫേസിനെ കംപ്ലീറ്റ്ലി സെറ്റ് ചെയ്യണം. അപ്പം ബ്ലെൻഡ് ചെയ്തിട്ട് ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ ഫേസ് ഇങ്ങനെ കുറച്ചുകൂടി ചിസിൽഡായി ലീനായി ഇങ്ങനെ എസ്പെഷ്യലി ഫോട്ടോസിൽ തോന്നും. ഞാൻ ബ്രൗഷ് ചെയ്യാൻ മറന്നു. യൂഷ്വലി ഐ ഡു ഇറ്റ് ഫസ്റ്റ്. ഇന്ന് മലയാളം ട്യൂട്ടോറിയൽ ആയ കാരണം ഐ എം കൺഫ്യൂസ്. ഞാൻ ബ്രൗഷ് ചെയ്യാറില്ല, ബട്ട് ഞാൻ റീസെൻ്റ്ലി ഒരു ഡിഫറൻസ് നോട്ടീസ് ചെയ്തു. അതർവൈസ് ഇതിന് മുമ്പ് ഞാൻ മോസ്റ്റ്ലി ഭരതനാട്യം പെർഫോമൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡാൻസ് പെർഫോമൻസ് ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ പെരികം വരയ്ക്കാറുള്ളൂ. അതർവൈസ് ഐ നെവർ യൂസ് ടു ഡു ഇറ്റ്. അപ്പോൾ ഞാൻ ബ്ലാക്ക് ഒരിക്കലും യൂസ് ചെയ്യാറില്ല അതർ ദാൻ ഫോർ സ്റ്റേജ് പെർഫോമൻസ്. ഞാൻ റെഗുലർ യൂസിന് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡായി യൂസ് ചെയ്യുക. അപ്പോൾ ഇത് ബെനിഫിറ്റിൻ്റെ ഷെയ്ഡ് നമ്പർ 4 ആണ്. ആൻഡ് സിൻസ് ഞാൻ ഐലിഡ്സും ഒരു വെരി ബ്രൈറ്റ് ഷിമറി ഐ ഷാഡോ യൂസ് ചെയ്ത കാരണം ഞാൻ ബ്രൗ ബോണിൽ പ്ലെയിന് വെക്കാൻ പോവാം. ഞാൻ ഓൾറെഡി അവിടെ പൗഡർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ടോപ്പ് അപ്പ് ചെയ്യാം, ബട്ട് ആവശ്യമില്ല. ഫേസ് ഹൈലൈറ്റ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ഞാൻ ദിസ് ഇസ് വെയർ ഐ അപ്ലൈ മൈ സെറ്റിംഗ് സ്പ്രേ. കുറച്ച് സെറ്റിംഗ് സ്പ്രേ ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട്, ഹൈലൈറ്റർ ഇല്ലെങ്കിൽ യു ക്യാൻ യൂസ് എനി ലൈറ്റ് ഐ ഷാഡോ. അപ്പോൾ അതും യൂസ് ചെയ്യാം ഓൺ യുവർ ഫേസ്, ബട്ട് ഐ പ്രിഫർ ഹൈലൈറ്റർ. വേണമെങ്കിൽ നോസിനെ ഹൈലൈറ്റ് ചെയ്യാം, പക്ഷെ ഞാൻ ഇന്ന് നോസ് ഹൈലൈറ്റ് ചെയ്യണില്ല. ഞാൻ ചിക്ക് ബോൺസും ക്യൂപിഡ്സ് ബോൺ മാത്രം ഹൈലൈറ്റ് ചെയ്യുക.
കാരണം ഞാൻ കുറേ ഷൈനി സ്റ്റഫ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓൾറെഡി എൻ്റെ കണ്ണുമ്മ. സോ ദാറ്റ്സ് ഇനഫ്. ആൻഡ് ഞാൻ ഈ ലിക്വിഡ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാൻ പോവാ. ഇറ്റ്സ് നോട്ട് വെരി ബ്രൈറ്റ് കാരണം ഞാൻ ഓൾറെഡി കുറേ ഷിമറി സ്റ്റഫ് ലൈക്ക് ഐ സെഡ് കുറേ ഷൈനി ഷിമറി തിങ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് കാരണം ഞാൻ ലിപ്സ്റ്റിക് കുറച്ചും കൂടി ഒരു മ്യൂട്ടഡ് ഷെയ്ഡാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ലാഷസ് കേൾ ചെയ്തിട്ട് ഫൈനൽ സ്റ്റെപ്പ് ഞാൻ മസ്കാര അപ്ലൈ ചെയ്യും. ഞാൻ യൂഷ്വലി ഫാൾസ് ഐ ലാഷസ് യൂസ് ചെയ്യാറില്ല അൺലെസ് ഇറ്റ്സ് എ ബിഗ് ഇവൻറ്റ്. അത് കാരണം ഞാൻ വോള്യൂമൈസിങ് മസ്കാര യൂസ് ചെയ്യും. ഇതെൻ്റെ കംപ്ലീറ്റ് ലുക്കാണ് ഫോർ Onam 2018. Hopefully you guys liked it and do leave me a comment. എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല once again. അപ്പോൾ കമൻറ്റ് ഇംഗ്ലീഷിലാണെങ്കിൽ നന്നായി, തെറിയാണെങ്കിൽ ഏത് ലാംഗ്വേജിലായാലും ഐ ഡോണ്ട് കെയർ. ബട്ട് വല്ല നല്ല കമൻ്റ് ആണെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ. അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും പിടിക്കേണ്ടി വരും തപ്പി പിടിച്ച് ടു ട്രാൻസ്ലേറ്റ് ഫോർ മീ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഇത് ഇഷ്ടമായെങ്കിൽ ഡു ലെറ്റ് മീ നോ. I can try to make more videos in Malayalam in the future. But this is it for now. Bye.